ഒരുപാട് കാലമെത്തി ഇവരൊക്കെ വീണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നില്ലേ? അയ്യോ ഒരുപാട് സന്തോഷം. സീമ ചേച്ചിയും ഉർവശിയും തിലഞ്ചേട്ടനും പൊന്നമ്മ ചേച്ചിയൊക്കെ വീണ്ടും കണ്ടപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് ചേച്ചിയുടെ മുഖം ഇങ്ങനെ ബ്ലഷ് ആവുന്നു. ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ആളാണ്, പക്ഷേ ഒരുപാട് വിഷമങ്ങളും ഉണ്ട് എനിക്കറിയാം അല്ലേ? ഉണ്ട്, ഒരുപാട് ദുഃഖങ്ങളുള്ള ആളാണ്. ഒരുപാട് ദുഃഖങ്ങളും ഉണ്ട്. അടുത്ത കാലത്ത് അറിയാമല്ലോ, രേണുകയുടെ എൻ്റെ ഇളയ അനുജത്തിയുടെ മരണം. എന്തിനായിരുന്നെന്നോ എന്തായിരുന്നെന്നോ ഒരസുഖവും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ചെക്കപ്പ് നടത്തിയിട്ട് ഇനിയും അത് ശരിയാവാഞ്ഞിട്ടാണെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോയി. അമൃതയിൽ 2 ആഴ്ച ഉണ്ടായിരുന്നു. ഇനി ചെയ്യാനൊന്നുമില്ല, അതുപോലെ എല്ലാ ചെക്കപ്പും ചെയ്തു, അസുഖമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരി ആഹാരം കഴിക്കില്ലായിരുന്നു. അതാർക്കും അറിയില്ലായിരുന്നു. ഇത് 2 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 4 മാസമൊക്കെ ആഹാരം കഴിക്കാതിരുന്ന എങ്ങനെ എന്തിനാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, എന്നോടിട്ട് പറഞ്ഞിട്ടുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വടക്കുന്നാഥൻ്റെ ഷൂട്ടിങ്ങിന് ഋഷികേശിലായിരുന്നു മരണസമയത്ത്. അപ്പോൾ തലേ ദിവസം ഞാൻ വന്ന് കണ്ട് കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ എനിക്ക് അതാലോചിച്ചിട്ടായി വിഷമം. അവൾ അത് പറഞ്ഞ് കരഞ്ഞായിരുന്നു എന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എൻ്റെ അടുത്തിരുന്നില്ല. ഞാനും അന്ന് ഇത്തിരി ടെൻഷനായത് കാരണം നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഈ കൊച്ചിനെ ഓർക്കണ്ടേന്നൊക്കെ ചോദിച്ചിരി ചാടിയായിരുന്നു. അത് ഭയങ്കര വിഷമമായി. രേണു ചേച്ചിക്ക് ഒരു മോളല്ലേ? ഒരു മോള. അവളിപ്പോൾ എൻ്റെ കൂടെ ചേച്ചിയാണ്. ചേച്ചിക്ക് ഒരു മോളാണ് ബിന്ദു. ഇപ്പോൾ 2 മോളായി. 2 മക്കളായി. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി ആ നിധിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അതിനു മുമ്പ് നിധിയെക്കുറിച്ച് ചെറിയൊരു ക്ലിപ്പിംഗ്. ഇത് എൻ്റെ വല്യമ്മയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കവിയൂർ പൊന്നമ്മയാണ്, അമ്മയാണ്. ഇപ്പോൾ എനിക്കും എൻ്റെ അമ്മയാണ്. ഞാനിവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ് പഠിക്കുന്നത്. 2nd ഇയർ BCom പഠിക്കുന്നു. മുമ്പൊക്കെ വല്യമ്മയെ കാണാനായിട്ട് ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഒരിക്കലേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഷൂട്ടിങ്ങിന് കേരളത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ വെക്കേഷൻ്റെ സമയത്ത് മദ്രാസിൽ പോകുമ്പോൾ അപ്പോഴൊക്കെ കാണാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വല്യമ്മ കേരളത്തിൽ വന്നു, ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും കാണാം. അപ്പോൾ ഇപ്പം ഞാൻ വല്യമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മ മരിച്ചതിൻ്റെ ദുഃഖം കുറച്ചെങ്കിലും എനിക്കൊന്ന് മറക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നത് എൻ്റെ വല്യമ്മ എൻ്റെ കൂടൊപ്പം ഉള്ളതുകൊണ്ടാണ്. എൻ്റെ വല്യമ്മയുടെ സ്നേഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് സ്നേഹം എനിക്ക് വല്യമ്മ തരുന്നുണ്ട്. ഐ ആം സോ ലക്കി. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ നിധി. നല്ലപോലെ പഠിക്കും. ഇടയ്ക്കൊന്ന് സീരിയലൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചു. ഞാൻ അന്ന് എതിർത്തു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, എന്തിനാണ് അഭിനയിക്കാനൊക്കെ. വന്നു കഴിഞ്ഞാൽ അങ്ങനെ അഭിനയിച്ച് പോകുന്നു എന്നല്ലാതെ അതൊരു കരിയറായിട്ട് വരണം എന്നൊന്നും അന്ന് മോഹിച്ചിട്ടില്ല. ഇതിപ്പം കാരണം ഞാൻ പറയാം, എനിക്ക് ഇതിപ്പോൾ പണ്ടത്തെ മാതിരിയല്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിൻ വന്നു. ഇവരൊക്കെ എത്ര വർഷമാണ് നിന്നത്, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് ഒരു ഹീറോയിൻ എന്ന പേരും വാങ്ങി എത്ര വർഷം നിലനിന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ഒരു പടത്തിൽ ഒരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് അവർ ഫ്രഷ് ഫേസിനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ, പഠിപ്പും കളഞ്ഞിട്ട് എന്തിനാ അത്. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പഠിച്ച് ഒരു ജോലിയായി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ആരെ ഇഷ്ടമാണോ അവരെ കല്യാണം കഴിക്കാൻ നമ്മൾ കഴിപ്പിച്ചു കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ നല്ല പയ്യനായിരിക്കണം, സ്നേഹമുള്ളവനായിരിക്കണം, നോക്കുന്നവനായിരിക്കണം. അത്രയേ ഉള്ളൂ നിർബന്ധം. ഇങ്ങനെ എന്നും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് ചേച്ചി. ആ ചേച്ചിയുടെ സഹോദരങ്ങൾ അതൊക്കെ എൻ്റെ ചുമതലയല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ ആ സഹോദരങ്ങളൊക്കെ ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരൊക്കെ എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹം. അവരൊക്കെ ക്യാമറയുടെ മുമ്പിലൊന്നും വന്നിട്ടുള്ളവരല്ല. അങ്ങനെ നോക്കണ്ട, ഇത് നമ്മുടെ ഒരു എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു സമാഗമം അല്ലേ? അത്ര ക്യാമറ ഒന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീതിയൊന്നും വേണ്ട. സഹോദരിയുടെ ഒരു ബുദ്ധിമുട്ട് അവരോട് അറിയട്ടെ. അതെ അതെ, അവർക്ക് വേണ്ടി സഹോദരി ബുദ്ധിമുട്ടുന്ന എല്ലാവരും മനസ്സിലാക്കട്ടെ. നമുക്ക് പൊന്നമ്മ ചേച്ചിയുടെ സഹോദരങ്ങളെ, പൊന്നമ്മ ചേച്ചിയുടെ അയൽവാസികളെ, പൊന്നമ്മ ചേച്ചിയുടെ സുഹൃത്തുക്കളെ ഓരോരുത്തരായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഗണേശൻ, ആണില്
എന്റെ മൂത്തതല്ല, നാലാമത് ഗണേശ്. ആ ശരി, ഇത് സുരേഷ്, രണ്ടാമത്തെ. ഓക്കെ. ഇത് മനു, മനോജ് എന്ന് പറയുന്ന മനു. മനു ഇരിക്കൂ പ്ലീസ്. മനുവിന്റെ വൈഫ്, വൈഫാണ്. ഒരേ ഒരു സന്തതി ഭാവന. ഇത് ഷീല, എൻ്റെ വളരെ പ്രിയപ്പെട്ട ഫ്രണ്ടാണ്, എക്സൈസ് കമ്മീഷണർ ശശിയുടെ വൈഫാണ്. ബിന്ദു വന്നില്ലേ? ബിന്ദു മദ്രാസിലുണ്ട്, പക്ഷെ ഇപ്പം മദ്രാസിലില്ല. അവൾ ഋഷികേശിൽ പോയിരിക്കുക. ഋഷികേശ്, കാശി അത് നേരത്തെ പ്ലാൻ ചെയ്തു പോയി, അല്ലെങ്കിൽ വന്നേനെ എല്ലാവരും. ബിന്ദു എന്ന് പറയുന്ന ചേച്ചിയുടെ മകളാണ്. മകള് ചേച്ചിക്ക് ഒരു മകളെ ഉള്ളൂ, അമേരിക്കയിലാണ് ഭർത്താവിന്റെ കൂടെ. മകൾക്ക് ഒരു മകള് അല്ലേ? മരുമാന്റെ പേര് നല്ല പേര്, ജൂജ എന്നാ പേര്. ഡോക്ടർ ലളിത, അവിടെ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞങ്ങൾ മിക്കവാറും ഉള്ള ദിവസവും വരും, കാണും. അങ്ങനെ വളരെ അടുത്ത ഫ്രണ്ട്ഷിപ്പാണ്. പ്രത്യേക ഒരു ആത്മബന്ധമാണ് ചേച്ചിയായിട്ട്. എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അപ്പൊ ചേച്ചിയുടെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ അമ്മ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും. പിന്നെ മൂത്ത എനിക്ക് നേരെ താഴെയുള്ള ഒരു സഹോദരിയുണ്ട്. അവൾ പുറത്തേ ഇറങ്ങാത്തൊരു പാർട്ടിയാണ്, ആരുടെ അടുത്തും വരത്തില്ല, കാണാൻ പുറത്തെങ്ങും വരികയല്ല. അവൾ ആലുവയിൽ തന്നെയുണ്ട്, എൻ്റെ അടുത്ത് തന്നെയുണ്ട്. അവൾക്ക് 2 കുട്ടികൾ. ചേച്ചിയാണ് ഏറ്റവും മൂത്തത്.